നമസ്കാരം സാർ. തിരുവനന്തപുരത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് എല്ലാവരും ശ്രദ്ധിച്ച വാർത്തയാണ്. നമ്മളാണെങ്കിൽ അതിൻ്റെ ഒരു നിലപാട് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സാറ് തന്നെ ചെയ്തിരുന്നല്ലോ ഒരു വീഡിയോ. വിഷയം ഇതാണ്: 16 വയസ്സുള്ളൊരു പയ്യനെ കുടുംബ വഴക്കിൻ്റെ പേരിൽ ആദ്യത്തെ വിവാഹത്തിലുണ്ടായ ഒരു അമ്മയുടെ ആദ്യത്തെ വിവാഹത്തിലുണ്ടായ മോനാണ്. അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് അവന് പോകണം നിർബന്ധം പിടിച്ചപ്പോൾ അവന് കൊടുത്ത പണിഷ്മെൻറ്റാണ് IS പോയി ചേരാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ഞെട്ടിപ്പോകുന്നൊരു കാര്യമാണ്. ഒന്ന്, ഒരു അമ്മ, ഏതെങ്കിലും അമ്മ ഒരു മോനെ IS തള്ളിവിടുമോ? അപ്പോഴാണ് ചില ലിങ്കുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഈ അമ്മയുടെ രണ്ടാം വിവാഹം ചെയ്ത ഭർത്താവ്, അയാൾക്ക് നേരത്തെ തന്നെ ഈ IS ബന്ധമുള്ളതുകൊണ്ടാണല്ലോ എളുപ്പത്തിൽ ഇവനെ ചേർക്കണം എന്നൊക്കെ പറയുന്നത്. അത്തരത്തിലുള്ള ദുരൂഹതകളും മാത്രമല്ല ആദ്യത്തെ കേസിൽ തന്നെ അത് പുറത്തു വന്നത്. ഇപ്പോൾ കുറേ കൂടി വിശദാംശങ്ങൾ ലഭ്യമായിരിക്കുന്നു അല്ലേ സാറ്? അത്തരം വിശദാംശങ്ങൾ തേടിപ്പിടിക്കുന്ന ഒരു മീഡിയ ന്യൂസ് ഉണ്ടല്ലോ സാറിന്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊന്ന് പറഞ്ഞോളൂ. ഇപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് വലിയ ജാഗ്രത ആവശ്യപ്പെടുന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ്. അതെ, അതായത് ഇത് ആദ്യം ഞാൻ ചർച്ച ചെയ്തപ്പോൾ CR നീലകണ്ഠനാണ് എൻ്റെ കൂടെ ചർച്ചയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ഒരു കുടുംബ പ്രശ്നം എന്നൊക്കെയുള്ള ആംഗിളുമൊക്കെ വന്നിരുന്നു. എനിക്ക് അപ്പോഴും ഇത് കുടുംബ പ്രശ്നമല്ല എന്നുള്ള തോന്നൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വിവരങ്ങളൊക്കെ ഡൽഹിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷനിലാണ്. അതിൻ്റെ FIRൽ നിന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. ആളുകളുടെ, കുട്ടിയുടെ പേര് നമ്മൾ പറയുന്നില്ല, പക്ഷെ ബാക്കി പേരുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറയാം. ഈ സ്ത്രീ ഹിന്ദുവായിട്ട് ജനിച്ച സ്ത്രീയാണ്. അവർ ലണ്ടനിൽ നഴ്സാണ്. അവരുടെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വേറൊരാളുടെ കൂടെ പോയിട്ടുണ്ട്. ആ ആളുടെ പേര് നിസാർ അസ്ലം എന്നാണ്. ഇവരുടെ ഇപ്പോഴത്തെ സഹജീവി നിസാർ അസ്ലം. ഈ കല്യാണം കഴിക്കുന്ന കാലത്തെ അയാൾ മുസ്ലിമാണോ അതോ രണ്ടുപേരും കൂടി പിന്നൂട് കൺവെർട്ട് ചെയ്താണോ? അങ്ങനെ ഒരു അല്ല, ഈ നിസാർ അസ്ലവും അയാളുടെ സഹോദരനും മുസ്ലിം കണ്ണൂരിലെ കനകമല കേന്ദ്രീകരിച്ച് നടന്ന അൽഖയ്ദ IS ഗൂഢാലോചനയിലെ പ്രതികളാണ്. അതിലേക്ക് ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് വരാം. അപ്പം ഇത് ചുരുക്കത്തിൽ അങ്ങനെ പിന്നീട് ഒരു ISകാരൻ്റെ കൂടെ പോയ ഒരു ഹിന്ദു നഴ്സ്, അവരും കൺവെർട്ടഡായി, അവരെയും മതം മാറ്റി. ഇപ്പം ഇവരുടെ പേര്, ഈ സ്ത്രീയുടെ പേര് ഇപ്പോൾ ഫിദ മുഹമ്മദ് അലി എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഫിദ മുഹമ്മദ് അലിയും നിസാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർ ലൈസെസ്റ്ററിലാണ് താമസം, UK-യിലെ ലൈസെസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല. ഇത് ഏതാണ്ടൊക്കെ ഇത്രയും അതിൻ്റെ കേന്ദ്രമാണ്. പക്ഷെ എൻ്റെ ഓർമ്മ ആ ഭാഗത്ത് നിന്ന് ഒരു ഹിന്ദുത്വവാദിയായ ഒരു സ്ത്രീ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അവിടെ നിന്ന് ലോക്കൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. കാരണം മുമ്പൊരു ചർച്ചയിൽ ഞാൻ പറയുകയൊക്കെ ചെയ്തിരുന്നു. കാരണം അവിടുത്തെ ദീപാവലി ആഘോഷത്തിനെതിരെ ചില ആളുകൾ പ്രക്ഷോഭം നടത്തി ലൈസെസ്റ്റർ. അപ്പോൾ ഈ ലൈസെസ്റ്ററിലാണ് ഇവർ രണ്ടുപേരും താമസം. കാരണം കുട്ടിയെ അയാൾ IS കാര്യങ്ങൾ വീഡിയോ ഒക്കെ കൊടുത്ത് പഠിപ്പിച്ച് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ആറ്റിങ്ങലിലൊരു മദ്രസയിലാക്കി കുട്ടി മദ്രസയിൽ കുട്ടിയുടെ പെരുമാറ്റത്തിൽ പല സംശയങ്ങളും തോന്നിയിട്ട് മദ്രസക്കാർ കുട്ടിയുടെ പിതാവിൻ്റെ, ശരിയായ പിതാവുണ്ടല്ലോ, കുടുംബത്തിൽ അറിയിച്ച് അങ്ങനെ അവരുമൊക്കെ ഇടപെട്ട് ആണ് ഈ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കുട്ടി. ശരിയായ പിതാവ് ഹിന്ദു അല്ലേ? ശരിയായ പിതാവ് ഹിന്ദു ആണെന്ന് വേണം കരുതാൻ. അപ്പോൾ അയാളുടെ പേര് നമുക്കറിയില്ല. അപ്പോൾ ഈ അൻസാർ, ഈ ലൈസെസ്റ്ററിലെ അൻസാർ, ഈ കുട്ടിക്ക് ഇസ്ലാമിൻ്റെ മഹത്തായ പാത, അതിലേക്ക് മുന്നേറാനായിട്ട് ISന്റെ വീഡിയോകൾ കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നു എന്നാണ് FIRൽ പറയുന്നത്. ഈ ഫിദ ഇത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു, ഈ കുട്ടിയുടെ അമ്മ ഇത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ വെമ്പായത്താണ് ഈ അൻസാറിൻ്റെ വീട്, തിരുവനന്തപുരത്ത്. വെമ്പായത്തെ ഈ അൻസാറിനെ പരിചയപ്പെട്ട് പിന്നെ കൺവെർട്ടഡായി UK-യിലേക്ക് പോവുകയാണ് ചെയ്തത്. ഈ ബയോളജിക്കൽ ഫാദർ, യഥാർത്ഥ പിതാവിന് കുട്ടിയെ ആവശ്യമുണ്ട്. ഈ യഥാർത്ഥ പിതാവ് പോലീസിനെ സമീപിക്കുകയൊക്കെ ചെയ്തിരുന്നു, കസ്റ്റഡി കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് സമീപിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ കേരളത്തിൽ ഇതിൻ്റെ ധാരാളം സ്ലീപ്പർ സെല്ലുകൾ
IS-ന്റെ ഒക്കെ ഉണ്ട്. അത് FIR പറയുന്നുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ട് അതുമൊക്കെ ആയിട്ട് ഈ കുട്ടിയെ ബന്ധിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ അൻസാറിൻ്റെ ഉദ്ദേശം. ഇനി നമ്മൾ മറ്റേ കേസിലേക്ക് വന്നാൽ അൻസാറിൻ്റെ സഹോദരൻ്റെ പേര് സിദ്ദിഖ് അസ്ലാം. സിദ്ദിഖ് അസ്ലാം. ഈ സിദ്ദിഖ് അസ്ലാമും അൻസാർ അസ്ലാമും 2016 കനകമല IS ഗൂഢാലോചന കേസിൽ പ്രതികളാണ്. അപ്പോൾ കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ ആക്രമണത്തിന് കണ്ണൂരിലെ കനകമേലയിൽ ഗൂഢാലോചന നടത്തുമ്പോഴാണ് അവരെ പോലീസ് പിടികൂടുന്നത്. 8 പേരെയാണ് പിടികൂടിയത്. 8 പേരെ 15 വർഷം മുതൽ 7-8 വർഷം വരെ തടവിനൊക്കെ ശിക്ഷിച്ചിട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ കുറ്റപത്രത്തിൽ ഈ അൻസാർ പ്രതി സ്ഥാനത്തുള്ള ആളാണ്. അപ്പോൾ അൻസാർ ഈ കനകമല ഗൂഢാലോചനയുടെ അത് കഴിഞ്ഞ് ഈ പ്രതികളെയൊക്കെ പിടിക്കുന്ന സമയത്ത് അൻസാർ യുക്രൈനിലായിരുന്നു. ഇപ്പൊ ലൈസെസ്റ്ററിലുള്ള അൻസാർ ഈ IS റിക്രൂട്ടർ അൻസാർ ആ സമയത്ത് യുക്രൈനിലായതുകൊണ്ട് കുറ്റപത്രത്തിൽ അയാളുടെ വിവരങ്ങളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അൻസാറിനെ ആ കേസിൽ പിടികൂടാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ NIA ഈ കേസ് താമസിയാതെ ഏറ്റെടുക്കും എന്നാണ് എൻ്റെ വിവരം. ഈ 16 വയസ്സുള്ള കുട്ടിയുടെ, കാരണം അൻസാർ ഇതിൽ ഇൻവോൾവ് ആണല്ലോ, കനകമല കേസിലെ പ്രതിയായിട്ടുള്ള. അപ്പോൾ അൻസാറിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്റർപോളിനെ സമീപിക്കാൻ സാധ്യതയുണ്ട്. ഇന്റർപോളിനെ സമീപിച്ച് അൻസാറിനെ കൊണ്ടുവരിക എന്നുള്ളത്. റെഡ് കോർണർ നോട്ടീസും. രണ്ടുപേരെയും പ്രതി ചേർത്തെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടില്ല, പുറത്താണ് അവർ. അതെ, അവർ പുറത്താണ്. അപ്പോൾ അതിന് ശേഷമായിരിക്കും UK എത്തിയിട്ടുണ്ടാവുക. ആര്? ഈ അൻസാർ UK ഇപ്പോൾ. അതെ, ഈ കുട്ടിയെ മദ്രസയിൽ കൊണ്ടാക്കാനായിട്ട് ഇവർ വന്നിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് UK പോവുകയാണ് ചെയ്തത് അവര്. അപ്പോൾ സിദ്ദിഖ് അസ്ലത്തിന് 2022 ഏപ്രിലിൽ കൊച്ചിയിലെ NIA കോടതി 3 വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു. ഈ അൻസാറിന്റെ സഹോദരൻ സിദ്ദിഖിന് 3 വർഷത്തിന് 2022. അപ്പൊ ജയിലിലാണ് സിദ്ദിഖ് ജയിലിലാണ്. അപ്പോ ഈ കേസിലാണ് 2016 അൻസാർ ഉൽ ഖിലാഫ കേരള IS-ന്റെ ഒരു പോഷക സംഘടന എന്നുള്ള നിലയ്ക്ക് കേരളത്തിലുണ്ടായി. അൻസാർ ഉൽ ഖിലാഫത്ത് കേരള എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കിയിട്ട് അവരാണ് കണ്ണൂരിലെ കനകമലയിൽ ഗൂഢാലോചന നടത്തിയത്. 6 പേരെ ഗൂഢാലോചനക്കിടയിൽ അറസ്റ്റ് ചെയ്തു. സിദ്ദിഖിനെ ഈ സൗദിയിൽ നിന്ന്, അയാൾ സൗദിയിലേക്ക് കടന്നു, സൗദിയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ട്, ഇന്ത്യ ആവശ്യപ്പെട്ടിട്ട് ഇന്ത്യക്ക് കൈമാറുകയാണ് ചെയ്തത്, സൗദി അറേബ്യ. അപ്പോൾ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം അൻമോൾ ബിഷ്ണോയിയൊക്കെ അറസ്റ്റ് ചെയ്തില്ലേ, ഡിപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ആ വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ അറസ്റ്റ് ചെയ്യും. അങ്ങനെ സിദ്ദിഖിയെ അറസ്റ്റ് ചെയ്തിരുന്നു ഡൽഹി വിമാനത്താവളത്തിൽ. വെമ്പായം സ്വദേശിയാണ്. UAPA കേസാണ് അതിലുള്ളത്. അപ്പോൾ ആ കനകമല ഗൂഢാലോചന കേസിൽ മൻസിദ് മുഹമ്മദാണ് പ്രധാനപ്പെട്ട പ്രതി, മുഖ്യപ്രതി. അയാൾക്ക് 14 വർഷം ശിക്ഷ കൊടുത്ത അയാൾ ജയിലിലാണ്. സാലിഹ് മുഹമ്മദിന് 10 കൊല്ലം ശിക്ഷ കൊടുത്ത അയാൾ ജയിലിലാണ്. റഷീദ്, റംഷാദ്, NK സഫ്വാൻ ഇവർക്ക് ഓരോരുത്തർക്കും 7 വർഷം, 3 വർഷം, 8 വർഷം വീതം തടവ് ജയിലിലാണ്. മൊയിനുദ്ദീൻ പാറക്കടവത്ത് എന്ന് പറഞ്ഞൊരാളുണ്ട്, അയാൾക്ക് 3 വർഷം ശിക്ഷ. ഇതാണ് കനകമല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ തന്നെ IS-മായി നേരത്തെ തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഈ അൻസാറും സിദ്ദിഖും. ഇതിൽ അൻസാർ അപ്പോൾ ഈ പറഞ്ഞ നേഴ്സിനെ ഇതിൻ്റെ അകത്ത് പെടുത്തിയിരിക്കുന്നു എന്നർത്ഥം. അവരും കൺവെർട്ടഡ് ആയി. അവർ യഥാർത്ഥത്തിൽ ഈ സിറിയയിലൊക്കെ പോയ, കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നൊക്കെ സിറിയയിലേക്കൊക്കെ പോയിട്ടില്ലേ പല ആളുകളും, IS ആക്ടിവിസ്റ്റ് ആയില്ലേ. അതുപോലെ ആ സ്ത്രീയും IS-ന്റെ ഭാഗമായിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. അപ്പോൾ ഈ കുട്ടിയുടെ കേസ് കുറേയും കൂടി വ്യക്തത വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും കുട്ടിയുടെ കേസ് നമ്മളോട് പറയുന്നത് ഇതുവരെ മലയാള മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ലാത്തൊരു സുപ്രധാനമായ വിഷയത്തിലേക്കാണ്. വളരെ ഗുരുതരമായൊരു അലാമിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണിത്. അതിൻ്റെ കാരണം
ഈ അൻസാർ വ്യക്തിയുടെ പേരല്ല. രണ്ടുപേരും ചേട്ടനും അനിയനും അല്ലേ, അതെ. രണ്ടുപേരും അൻസാർ എന്ന പേര് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും ഒരു പ്രാസ്ഥാനികമായ പേരാണ്. ഇതുവരെ മലയാളി പരിചയപ്പെട്ടിട്ടില്ലാത്തൊരു പേര്, ഒരു സംഘടന ഇന്ന് നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. ഒരു പക്ഷേ മലയാള പ്രേക്ഷകർക്ക് അത് പരിചയപ്പെടുത്തുന്നതും നമ്മളായിരിക്കാം. ഒരു പക്ഷേ അൻസാറുൽ ഖിലാഫത്ത്. ഇത് സാറേ കൃത്യം പറഞ്ഞാൽ ഇപ്പോൾ 921 മലബാർ കലാപകാലത്ത് തുർക്കിയിലെ ഖിലാഫത്ത് എന്നതാണ് ദേശീയ പ്രസ്ഥാനം ഒരു അജണ്ടയായി കൊണ്ടുവന്നതെങ്കിലും സാറിന് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാലോ. ഇവിടെ മാപ്പിളമാർ ഉയർത്തിപ്പിടിച്ച, വാരിയംകുന്നനും കൂട്ടരും ഉയർത്തിപ്പിടിച്ച ഖിലാഫത്ത് തുർക്കിയിലെ ഖിലാഫത്ത് ആയിരുന്നില്ല. തുർക്കി ഖിലാഫത്ത് മോഡലിൽ ഒരു ഇസ്ലാമിക ഭരണം മലബാറിൽ നടപ്പാക്കാനുള്ള ശ്രമമാണ്. അതിനാണ് മലബാർ ഖിലാഫത്തായിരുന്നു അവരുടെ ലക്ഷ്യം. അതിൻ്റെ പേരിലാണ് ഈ കൺവെർഷനും പാവങ്ങളായ ഹിന്ദുക്കളെ, ആയിരക്കണക്കിന് ഹിന്ദുക്കളെ ഉപദ്രവിച്ചതും കൊന്നതും കൂട്ടക്കൊല ചെയ്തതും അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് അൻസാറുൽ ഖിലാഫത്തെ കേരള. ഞാൻ ചോദിക്കട്ടെ, മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് ഏറ്റവും ആദ്യം തലക്കെട്ടാവേണ്ട വാർത്തയല്ലേ അത്? എന്ന് പറഞ്ഞാൽ കേരളത്തിന് മാത്രമായി സവിശേഷമായ അജണ്ടയോട് കൂടിയ, എന്ന് വെച്ചാൽ വളരെ സ്പെസിഫിക്കഡ് ആയിട്ടുള്ള ഒരു കേരള ഫോക്കസ്, കേരള ടാർഗറ്റിന് വേണ്ടി ഒരു ആഗോള ഭീകര പ്രസ്ഥാനം രൂപം കൊണ്ടിരിക്കുന്നു എന്ന അറിവാണത്. അൻസാറുൽ ഖിലാഫത്തെ കേരള എന്ന് പറഞ്ഞാൽ കേരളത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനുള്ള പ്രവർത്തനത്തിലെ സഹായികൾ. അൻസാർ എന്ന് പറഞ്ഞാൽ അതാണ്, സഹായികളാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനുള്ള വിപ്ലവ പ്രവർത്തനത്തിൻ്റെ പോരാളികളാണിവർ. അങ്ങനെ ഒരു സംഘടന രൂപം കൊണ്ടിരിക്കുന്നു എന്ന് പോലും നമ്മുടെ പത്രങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോഴും ലഷ്കർ-എ തൊയ്ബയും ജയ്ഷെ മുഹമ്മദും ഹിസ്ബുൾ മുജാഹിദീനും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. ഇതെന്തോ വിദൂര ദിക്കുകളിലെ അന്യഗ്രഹങ്ങളിലെ ഏർപ്പാടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിൻ പുറത്ത്, നമ്മുടെ ഗ്രാമങ്ങളിൽ ഇത് കേരളം തന്നെ പിടിച്ചെടുക്കാനുള്ളൊരു അജണ്ട. കേരളം പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ പിടിച്ചെടുക്കുന്നതിനേക്കാളും സുപ്രധാനമായ അജണ്ടയാണ്. കാരണം ഇത് എളുപ്പമല്ലാത്തൊരു നാടാണ് കേരളം എന്ന് അവർക്കറിയാം. അപ്പോൾ കേരളത്തിൻ്റെ ഒരു സുപ്രധാനമായ വാർത്തയാണ് അൻസാറെ ഖിലാഫത്തെ കേരള, അൻസാറുൽ ഖിലാഫത്തെ കേരള. ഇത് ഇന്നു മുതൽ വളരെ വലിയ തലക്കെട്ടായി മാറേണ്ട ഒരു വാർത്തയാണ്. എന്തുകൊണ്ട് അത് വൈകിപ്പോയി എന്നെനിക്ക് അറിഞ്ഞുകൂടെ. എന്തായാലും ഇപ്പോൾ സാർ അത് കണ്ടെത്തി പ്രേക്ഷകരോട് പറയുന്നത് വസ്തുതാപരമായതുകൊണ്ട്, FIR-ൽ വന്ന വിവരമായതുകൊണ്ട്, NIA-യുടെ കുറ്റപത്രത്തിൽ കൃത്യമായി പറഞ്ഞതുകൊണ്ട് മലയാളി ഇനിയെങ്കിലും ശ്രദ്ധിക്കട്ടെ. ഒന്നാമത്തെ കാര്യം. 2, ഇന്നലെ വരെ ഈ റിക്രൂട്ടിംഗ് ഏജൻസികൾ, ഭീകരവാദികളുടെ റിക്രൂട്ടിംഗ് ഏജൻസികൾ ലക്ഷ്യം വെച്ചിരുന്നത് സ്ത്രീകളെ മാത്രമാണ്. എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ ഈ ലവ് ജിഹാദൊക്കെ ഉണ്ടാകുന്നത്. ഒരാളെ പ്രണയം നടിക്കുക, യഥാർത്ഥ താല്പര്യം കൺവേർഷൻ ആവുക, എൻ്റെ മതത്തിലേക്ക് ഒരാളെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി. ഞാൻ ഈ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധമായ വികാരമുള്ള പ്രണയം, അതിനെ ട്രാപ്പാക്കി മാറ്റുക, അതായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ ഒന്നുകൂടി കരുതണം. ഏതാണ്ട് മുതിർന്നു വരുന്ന ആൺകുട്ടികളുള്ള സ്ത്രീകളെ രണ്ടാം വിവാഹത്തിന്, മീൻസ് അവരുടെ കുടുംബ ബന്ധം വഷളാക്കി രണ്ടാം വിവാഹത്തിന് പ്രേരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ആ സ്ത്രീകളെ ഭീകരപ്രവർത്തനത്തിൻ്റെ ടൂളാക്കുക മാത്രമല്ല, ഒരു ചെറുപ്പക്കാരനെ ഈ ഭീകരപ്രസ്ഥാനത്തിലേക്ക് റിക്രൂട്ട് ചെയ്ത് കൊടുക്കാനും കൂടിയുള്ള വിവിധോദ്ദേശ പദ്ധതികളായി നമ്മുടെ ഇസ്ലാമിക ഭീകരവാദികൾ രംഗത്തിറങ്ങിയിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു അജണ്ട കൂടി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ ഈ പുതിയ കാലത്ത് തിരിച്ചറിയുന്നത് നല്ലതാണ്. വിവാഹമോചനം, രണ്ടാം വിവാഹം, എന്നിട്ട് നാടുവിടൽ, അന്യരാജ്യത്ത് വെച്ച് കൺവെർഷൻ, എന്നിട്ട് തൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, ആ കുഞ്ഞിനെ ഒരമ്മ ആലോചിച്ച് നോക്കുക. അമ്മ എത്ര പെറ്റമ്മ എത്ര സന്തോഷത്തോടെ ആയിരിക്കണം ഒരു കുഞ്ഞിനെ ഒരു വിദേശ രാജ്യത്തേക്ക്, ഇപ്പോൾ അമേരിക്കയിലേക്ക് പറഞ്ഞയക്കുന്ന പോലെയാണല്ലോ ഇപ്പോൾ ഇതിലേക്ക് പറഞ്ഞയക്കുന്നത്, ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് പറഞ്ഞയക്കുന്നത്, IS-ലേക്ക് പറഞ്ഞയക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കുട്ടികളെയും കുടുംബത്തെയും വലിയ തോതിൽ വല വീശുന്ന ഒരു പുതിയൊരു വല, അതിഭീകരമായൊരു വല കേരളത്തിൻ്റെ ആകാശത്തിൽ രൂപം കൊള്ളുന്നു എന്നാണ് അതിൻ്റെ വിശദാംശങ്ങൾ. ഞാൻ വിചാരിച്ച ലണ്ടനിലല്ലേ ആഗോള ഭീകരവാദ പ്രസ്ഥാനം. ആഗോള ഭീകരവാദ ബന്ധങ്ങളുണ്ടാവാം, ഫണ്ടിങ് ഉണ്ടാകാം, നെറ്റ്വർക്ക് ഉണ്ടാകാം, പക്ഷേ ലക്ഷ്യം കേരളമാണ്. അല്ലെങ്കിൽ അവർ അതാണല്ലോ ഇത് പറഞ്ഞത്, അൻസാറുൽ ഖിലാഫത്തെ കേരള, അൻസാറുൽ ഖിലാഫത്തെ കേരള എന്ന് പറഞ്ഞാൽ കേരള ഖിലാഫത്താണ്, കേരളത്തിലെ ഇസ്ലാമിക രാഷ്ട്രം എന്നാണ് ഇതിനർത്ഥം. കേരളം എന്ന ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സഹായികൾ എന്ന് പറഞ്ഞാൽ പോരാളികൾ. ഗംഭീരം, വളരെ അങ്ങേയറ്റം ഗുരുതരമാണ് ഈ അജണ്ട. ആളുകൾ എന്തുകൊണ്ടാണ് കാണാത്തത്, ചർച്ചയാവാത്തത് എനിക്കറിഞ്ഞൂടാ. ഇത് കാണേണ്ടവരൊക്കെ കാണട്ടെ, വിയോജിപ്പുള്ളവർ അത് ഒരു സംവാദമാക്കി ഉയർത്തിക്കൊണ്ടുവരട്ടെ, എന്നിട്ട് ചോദ്യം ചെയ്യട്ടെ, ചലഞ്ച് ചെയ്യട്ടെ, ഇതല്ല എന്ന് പറയട്ടെ. അല്ലെങ്കിൽ എന്താണ് ഈ നടന്നത്? ഒരു പെറ്റമ്മയ്ക്ക് അവർ എത്ര വട്ടം മതം മാറട്ടെ, എത്ര മതം മാറിയാലും ഒരു ഭീകര പ്രസ്ഥാനത്തിലേക്ക് 16 വയസ്സുള്ള മകനെ തള്ളിവിടാൻ ഒരു അമ്മയ്ക്ക് എങ്ങനെ സാധിക്കുന്നു?
ആ സോഫ്റ്റ്വെയർ ആരാണ് പ്ലാൻ ചെയ്ത് കൊടുത്തത്? അതൊരു പ്രധാനപ്പെട്ട അപ്പൊ NIA രംഗത്ത് വരേണ്ട കേസ് തന്നെ. എപ്പോഴോ വരേണ്ടതാണ് സാർ, എപ്പോഴോ വരേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നതിനേക്കാളും പ്രധാനമാണ് കേരളം. കേരളം അതിവേഗത്തിൽ ഇത്തരം ബ്രെയിനുകൾക്കൊന്നും വഴങ്ങുന്ന ഒരു കേരളമല്ല. ഇവിടെ ഇസ്ലാമിക ഭീകരവാദികൾ വന്ന് സംസാരിക്കുമ്പോൾ പോലും അവരെ ചോദ്യം ചെയ്യാനുള്ളൊരു മനസ്സ് മുസ്ലിം മനസ്സാക്ഷിക്ക് പോലും ഉണ്ട്. അങ്ങനെ ഒരു നാട്ടിലാണിത് വർക്ക് ചെയ്യുന്നത്. NIA വരെ തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.